ഞങ്ങൾ ഒരു 2-3 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഒരു കൂട്ടായ്മ കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോകുന്നൊരു കൂട്ടായ്മയാണ്. അത് ചെറിയൊരു ട്രാവലറിൽ നിന്ന് തുടങ്ങിയതിപ്പോൾ ഞങ്ങൾ 2-3 വണ്ടികളുള്ള ഇടവകയിൽ നിന്നും ആ ഇടവകയിൽ നിന്നുള്ള കുറച്ച് അംഗങ്ങളോടുള്ള കുറച്ചല്ല ഇപ്പോൾ അധികം ആളുകൾ കൂടിയിട്ട് ഇവിടെ സംഘടന ഒരു ചെറിയൊരു ഞങ്ങളുടെ കൂട്ടായ്മയാണത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരു 3 മാസത്തോളമായിട്ട് ഇപ്പോൾ ഞങ്ങളിതുപോലെ ചെറിയ കാര്യപ്രവർത്തകർക്ക് ആശ്രമം നമ്മൾ ഒറ്റയ്ക്ക് എല്ലാവർക്കും ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഒറ്റയ്ക്ക് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകളായതുകൊണ്ട് ഞങ്ങൾ കൂട്ടായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഇതുപോലെ പോകാനായിട്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. അതിൻ്റെ ഭാഗത്ത് ഞങ്ങൾ 3ാമത്തെ സ്ഥാപനമാണിത്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ആ ഒരു ഞങ്ങൾക്കൊരു ഫലപ്രാപ്തി കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ ഇനി ഞങ്ങളെ എല്ലാവരും നയിക്കാനും ഇതിനൊരു ക്രോഡീകരണത്തിലേക്കുള്ള ഞങ്ങൾക്കൊരു ലീഡർ ജോൺസൺ ചേട്ടനാണ്. ജോൺസൺ ചേട്ടൻ എന്താ പറയുക, ഒത്തിരി കാട് വന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആളുടെ നല്ലൊരു പ്രയത്നമുണ്ട്. പക്ഷെ ആളീ പറഞ്ഞ പോലെ ആൾക്ക് നല്ലൊരു നിയോഗമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നിയമങ്ങൾ കണ്ട് ഈ പറഞ്ഞ പോലെ രോഗികളെ കാണുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ സ്ഥാപനങ്ങൾ പോകാനായിട്ട് ഞങ്ങളെ ജോൺസനായിട്ടും സാധിക്കട്ടെ എന്നും പിന്നെ ഞങ്ങളെല്ലാം സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയ ദൈവത്തോട് നന്ദി പറയണം. കൂടുതൽ കഴിഞ്ഞു നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ് അല്ലേ? ബാബുവിനെ ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. ബാബുവിൻ്റെ വീട് വടക്കാഞ്ചേരിയിലായിരുന്നു. ബാബുവിൻ്റെ വൈഫ് മരണപ്പെട്ടു. പിന്നെ ബാബുവിടെ ഒറ്റയ്ക്ക് അവിടെ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുളകരയിലായിരുന്ന സമയത്ത് കുളകരയിൽ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നിങ്ങളങ്ങനെ പാട്ട് പാടുമ്പോൾ ഞങ്ങൾ തോൽക്കാതിരിക്കാൻ ഞങ്ങളുടെ ഭാഗത്ത് പാടി ചെയ്യണം. നന്നായിട്ട് പാടുന്നുണ്ടോ? അതുകൊണ്ട് അങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് പ്ലസിനായിട്ട് സംസാരിക്കണം. സ്നേഹനാഥനരുൾ ചെയ്ത വാക്കുകൾ മോഹനം കനകസൂക്തികൾ കേൾക്കുവാൻ വരിക നിങ്ങളേവരും നാൾക്കുനാൾ വളരുമാതര. സ്നേഹനാഥനരുൾ ചെയ്ത വാക്കുകൾ മോഹനം കനകസൂക്തികൾ കേൾക്കുവാൻ വരിക നിങ്ങളേവരും നാൾക്കുനാൾ വളരുമാതര. ജീവജാലമഖിലം രചിച്ചനാം ദൈവമേ മഹിത പാലക. ജീവജാലമഖിലം രചിച്ചനാം ദൈവമേ മഹിത പാലക. താമരസ്വരം കേട്ടു നിഞ്ജനം നേർവഴി നടന്നീരണം. സ്നേഹനാഥനരുൾ ചെയ്ത വാക്കുകൾ മോഹനം കനകസൂക്തികൾ കേൾക്കുവാൻ വരിക നിങ്ങളേവരും നാൾക്കുനാൾ വളരുമാതര. നന്മ ചെയ്തു ചരിക്കുവാൻ നന്മനസ്സുമുഴുവാകുവാൻ. നന്മ ചെയ്തു ചരിക്കുവാൻ നന്മനസ്സുമുഴുവാകുവാൻ. തിന്മയാൽ നടന്നിരിക്കുവാൻ തിന്മയാൽ
കേൾക്കുവാൻ വരികേവരും നാൾക്കുനാൾ വളരും ആദരവായി. നന്മയുടെ ഈ ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പ്രശ്നമായിട്ട് പോകാം. സംസാരിച്ചപ്പോൾ സംസാരിച്ച കുറച്ച് പേരോട് പറഞ്ഞിരുന്നു അതിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്. എങ്കിലും കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ള ഈ അനാഥരായ ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ഈ നന്മ സ്ഥാപനം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ആധാർ കാർഡ് ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റ് രേഖകളൊന്നും ഇല്ലാത്ത, ഗവൺമെൻറ്റിൻ്റെയോ മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇല്ലാത്ത, അങ്ങനെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് പോലും അറിയാത്ത നമ്മുടെ MP രാജേഷ് പറഞ്ഞതുപോലെ അതിദരിദ്രരുടെ ഒരു കാറ്റഗറിയും തന്നെ. അതിദരിദ്രരില്ല എന്ന് എറണാകുളത്ത് ആരും ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ 30 പേര് കിട്ടണം. അത് വേറെ വിഷയം. അത് ഞാൻ പറയുന്ന അതിദരിദ്രങ്ങളേക്കാൾ വലിയ ഒരു ദരിദ്രന് മഹാദരിദ്രൻ എന്ന് പറയും. അതാണ് ശരിക്കും. ഇതെല്ലാം വലിയൊരു ടീമുണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ കണ്ണെത്താത്ത, അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും അവർക്ക് ലഭിക്കാത്ത ആൾക്കാരാണ് ഇവിടെയുള്ള ആൾക്കാർ, പല ആൾക്കാരും. അപ്പോൾ അത്രയും ദരിദ്രരായ ആൾക്കാരുടെ പക്കലേക്കാണ് ഈശോ പറഞ്ഞു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യങ്ങളോ ഭാഗ്യം. അപ്പോൾ സത്യത്തിൽ ഇവർ ഭാഗ്യവാന്മാരാണ്, ദരിദ്രരാണ്, ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഈശോയെ സന്തോഷിപ്പിക്കുവാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഏറ്റവും ദരിദ്രരായ, ഏറ്റവും പാവപ്പെട്ടവരായ, മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ള ആൾക്കാരുടെ പക്കലേക്ക് എത്തുവാൻ കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്വാസം ലഭിക്കുന്നത് ഈശോയായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മോനിപ്പോൾ ഇവിടെയുണ്ട്. അവരുടെ സ്കൂളിൽ ടീച്ചർ പറയുകയാണ്, നിങ്ങളുടെ മോനെ ഇവിടെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ ഒരു 50,000 രൂപ വേണം എന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തില്ല, 50,000 രൂപ കൊടുക്കാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് അവൻ്റെ കയ്യിൽ ഈ സ്കൂളിൽ പഠിച്ചോ എന്ന് പറഞ്ഞ് ഒരു 50,000 അവന് കൊടുത്താൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് അവനായിരിക്കുമോ അതോ എനിക്കല്ല? സോ ഈ പ്രോസസ്സാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നതും സന്തോഷിക്കുന്നതും. കാരണം യേശുവിൻ്റെ ഒരു തലവേദന, യേശുക്രിസ്തു അന്നും ഇന്നും ഉള്ള തലവേദന എന്ന് പറയുന്നത് ഈ പാവപ്പെട്ടവരെ മര്യാദ വായിക്കണമെന്ന് ശ്രദ്ധിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും എളുപ്പവഴിയുള്ളത് മനസ്സിലാക്കിയ ആളാണെന്നാണ് സഖ്യയൂസ് പറഞ്ഞു, എൻ്റെ സമ്പത്തിൽ മൊത്തത്തിൽ ഞാൻ ആര് തരാം, ബാക്കിയുടെ മഞ്ചത്ത് തട്ടിച്ചെടുത്തുണ്ടെങ്കിൽ ആരൊക്കെ ഞാൻ കൊടുത്തേക്കാം. യേശുക്രിസ്തുവിൻ്റെ ഒപ്പം നടന്ന ആ കാലഘട്ടത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കിയ യേശുക്രിസ്തുവിനെ സന്തോഷിപ്പിക്കുവാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താണ് അവർ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നിക്കോദേമോസിനെ നമ്മൾ കാണും, മറ്റാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവരൊക്കെ ഈ സഭ തന്നെ ഇന്ന് കത്തോലിക്ക സഭ നിലനിൽക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഈ നിക്കോദേമോസും ലാസറും അരിമത്ഥ്യ ജോസഫുമാണ്. അവരുടെ സമ്പത്ത് കൊണ്ട് അവരുടെ ആദ്യ കാലശേഷം മരിച്ച സമയത്ത് അവരാണ് ഈ സഭയെ, ബൈബിൾ നമുക്ക് എൻ്റെ കറക്റ്റ് കിട്ടിയില്ല കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നാം അഭിമാനിക്കുന്നു എങ്കിൽ അത് ജനങ്ങൾ മറ്റുള്ളവരെ കാണേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും നമ്മൾ എല്ലാപ്പോഴും ഇങ്ങോട്ട് വരണമെന്നല്ല ഞാൻ പറയുന്നത്, ഇവിടേക്ക് വരണമെന്നോ ഞങ്ങൾക്ക് തരണമെന്നോ അല്ല പറയുന്നത്. ക്രിസ്ത്യാനിയാണ് എങ്കിൽ അത് മറ്റുള്ളവർ അറിയുന്നത് ഈ പങ്കുവയ്ക്കലിലൂടെയാകണം. അതായത് അവർക്കും ആശ്വാസം ഉണ്ടാവും, അതേസമയം തന്നെ ഈശോയ്ക്കും ആശ്വാസം ഉണ്ടാവും. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ
പരിപൂർണമായിട്ട് ദൈവം നയിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കാൻ. അപ്പോൾ ഇവിടെ ദൈവം ഇത് കൊണ്ടു നടക്കുമ്പോൾ ഇവിടെ ഓരോ നിമിഷവും ഈശോ പറഞ്ഞു, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ തടവുകാരനായിരുന്നു നിങ്ങൾ എന്നെ വന്നു, ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ മകനായിരുന്നു നിങ്ങൾ എന്നെ ഈ കാര്യങ്ങളിലെല്ലാം ഓരോ നിമിഷവും ഇവിടെ ഈ വചനങ്ങളെല്ലാം ഓരോ നിമിഷവും അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, വചനം പാലിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എവിടെ വചനം പാലിക്കപ്പെടുന്നുവോ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും അറിയുന്നോ അല്ലാതെയോ നമുക്ക് ഞാൻ പറയാം, ഉപാസനത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ പ്രാർത്ഥനകളിലും കുറേ നിയോഗങ്ങളുണ്ടോ അല്ലേ? ആളുകളിൽ എവിടെ കൂടിയാണ് കുടുംബടി, അതൊക്കെ ശരിയാണ്, അതെല്ലാം വേണ്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ചിലപ്പോൾ നമ്മളൊക്കെ എത്ര ബെറ്ററാണ്, ദൈവം നമ്മെ എത്രയാണ് അനുഗ്രഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഈ പങ്കുവെക്കുന്ന, ഈ കടന്നു ചെല്ലുന്ന ഈ ഒരു സ്നേഹം ആണ് സമൂഹത്തിന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് വരാത്ത ആൾക്കാരോട് നമ്മൾ പ്രസംഗിക്കുന്നത് ഇതാണ്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞങ്ങൾ ദരിദ്രരെ കാണാൻ. ദരിദ്രർ ആരാണ്? ഈശോ പറയാണ്, ഇവരെ സൃഷ്ടിച്ചത് ആരാണ്? പിതാവായിട്ട്. എന്നെ സൃഷ്ടിച്ചത് ആരാണ്? പിതാവായിട്ട്. നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്? അതുകൊണ്ടാണ് നമ്മളെല്ലാം സ്വർഗസ്ഥനായ പിതാവെ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് പിതാവിനെ സന്തോഷിപ്പിക്കുവാൻ ഒറ്റ വഴിയുള്ളൂ, പരസ്പരം സ്നേഹിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വ്യക്തി ബന്ധങ്ങൾ, ഭാര്യ ഭർത്താവ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ക്രിസ്തുവിൽ സ്നേഹിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത് ഈ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഇവിടേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് മറ്റൊരർത്ഥം, നിങ്ങൾ ഈശോ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വചനം പാലിക്കുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. ഈശോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വചനമാണ്, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ എന്ന് പറയുന്ന ആ കാര്യം. മത്തായിയുടെ സുവിശേഷം 40-ാം അധ്യായത്തിലെ വ്യസനയോഗം. ഉപാസനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അല്ലേ? പക്ഷേ ബൈബിളിൽ കാണുന്ന ഒറ്റ അനുഗ്രഹമാണ്. അപ്പോൾ അതിന് പറയുന്നതാണ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുന്നു. ബൈബിൾ വേറെ നമുക്ക് വാക്കാണില്ല. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുന്ന ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാണ്. ഈ പിതാവ് അനുഗ്രഹിക്കും. ബാക്കി കുറെ നമുക്ക് റബ്ബർത്തോട്ടം കിട്ടി, ദൈവം അനുഗ്രഹിച്ചു, കല്യാണം കഴിച്ചു, ദൈവം അനുഗ്രഹിച്ചു, പല ജോലി കിട്ടി, ദൈവം അനുഗ്രഹിച്ചു എന്നൊക്കെ പറയില്ലേ? പിതാവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന എപ്പോഴാണ്? പിതാവിനാൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ പറഞ്ഞ എന്താ അവർ ചെയ്ത്? ഒരു പറഞ്ഞു, എനിക്ക് വിശന്നു. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഞങ്ങൾ കണ്ടില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഏറ്റവും വലിയ സഹോദരങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ്. ഈ വചനം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ വചനം എവിടെ പൂർത്തീകരിക്കപ്പെടുന്നുവോ അതിൻ്റെ അനുഗ്രഹം എവിടെ ഉണ്ടാവും? കുടുംബത്തിലുണ്ടാവും, വ്യക്തിയിലുണ്ടാവും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൂത്രവാക്യം ഞാൻ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എനിക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുക്രിസ്തുവിനെ സന്തോഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടി ആഴ്ചയിൽ ഒരു തവണയെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവരുണ്ടോ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ₹1 കൊടുക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈശോയോട് പറയണം, പഠിക്കണ്ട, വിഷമിക്കണ്ട, ഞാൻ പുലാനിയിൽ പോയിട്ട് ഇന്നത്തെ കാര്യമൊക്കെ ചെയ്ത് പോന്നിട്ടുണ്ട്, വിഷമിക്കണ്ട. നമ്മൾ എന്താ വിചാരിച്ചത്? യേശു നമ്മളെപ്പോഴും സമാധാനിപ്പിക്കണമെന്നാണ് ആരും വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ ഈശോയോട് പറയണം, വിഷമിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്, കോളേജിൽ 3 മുറിയിൽ ഞാൻ വരുവോളാം എന്നാ വേണ്ടിയിട്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ ദൈവം മക്കള് പറയണം. നമ്മുടെ മക്കളിലേക്ക് ആരും കടന്നു വരാൻ പറ്റുന്ന ഞങ്ങൾ ഈ വരവിനെ ഞങ്ങൾ ഞങ്ങളുടെ 27 പേര് വളരെ സ്നേഹത്തോടെ കാണുന്നു. അതേ സമയം തന്നെ അത്രത്തോളം ബഹുമാനത്തോടെ കാണുമ്പോൾ പ്രത്യേകമായിട്ട് നന്ദി പറയാം. ആകർഷണക്കും ഭക്ഷണത്തിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. രാത്രി വടപെടുന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്താ ഈ തെരുവിനെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ സാധനം എടുത്ത് വണ്ടിയിലൊക്കെ വന്ന്
പ്രത്യേകമായിട്ട് നിങ്ങൾ കുടുംബമൊക്കെ അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പോയാൽ പ്രാർത്ഥിക്കുന്ന ആരും പ്രാർത്ഥിക്കുന്ന നമുക്ക് കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടി ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന അവസ്ഥകളെല്ലാം ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചതാണ്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ, എത്ര പേരാണ് കൃപാസനത്തിലേക്ക് പോകുന്നത്, എത്ര ആരും എന്ത് വരാത്തത് എന്ന് ആലോചിച്ചു. ഇന്നാണ് കൃപാസനത്തിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കൊടകരയിലായിരിക്കുന്ന സമയത്ത് അവിടെ ആഴ്ചയിലൊക്കെ ആൾക്കാർ വരും, അടിക്കും, കുടയ്ക്കും, പാല് കൊണ്ടുവരും, ബ്രെഡ് കൊണ്ടുവരും, ഒക്കെ ചെയ്യും. ഇവിടേക്ക് എന്താണ് വരാത്തത് എന്ന് ഞാൻ ഈശോയോട് ചോദിച്ചാൽ കൃപാസനത്തിൽ പോകുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ ഇന്ന് ഇവിടെ അങ്ങയുടെ മുൻപിൽ അങ്ങയുടെ മക്കളുടെ കൂടെ അങ്ങയുടെ മക്കൾ ആയിരിക്കും. വളരെ സ്നേഹത്തോടെ ഈ മക്കളെല്ലാം അങ്ങയുടെ ശക്തമായ ആണികളാൽ കീറപ്പെട്ട വിശുദ്ധ കരത്തിലേക്ക് പരിശുദ്ധ അമ്മ വഴി തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിലെ ഏതെല്ലാം നിയോഗങ്ങളാണോ അവർക്കുള്ളത്, ആ നിയോഗങ്ങൾക്കെല്ലാം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് തടസ്സമാകുന്നില്ലെങ്കിൽ ആ നിയോഗങ്ങളെല്ലാം കർത്താവേ നീ പരിശുദ്ധ അമ്മ വഴി അവർക്ക് സാധിച്ചു കൊടുക്കണമേ എന്ന് ഈശോയെ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഇവിടെ കിടക്കുന്ന ഏറ്റവും വലിയ മക്കളുടെ പ്രാർത്ഥനയാൽ അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഈശോ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരുടെ പേരുകൾ എഴുതിയിരിക്കുന്നത് ജീവന്റെ പുസ്തകത്തിലല്ല, അത് എഴുതിയിരിക്കുന്നത് എൻ്റെ ഹൃദയ ഭിത്തികളിലാണ്. സഹോദരങ്ങളെ, പാവപ്പെട്ടവരെ, സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരെ ഈശോ കൊണ്ടു നടക്കുന്നത് ഉള്ളം കയ്യിലല്ല, അവൻ്റെ ഹൃദയത്തിലാണ് എന്നാണ്. അതുകൊണ്ട് ഈ മക്കളെ അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെ ഹൃദയത്തിൽ ഇവരെ കൊണ്ടു നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇന്നിവിടെ കടന്നു വരുമ്പോഴും ഒക്കെ അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർക്ക് ദുഃഖങ്ങളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ കലകളുണ്ട്. ആ മേഖലയിലേക്കെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിങ്ങളുടെ ഇടവക അച്ഛനെ, അവിടെയുള്ള എല്ലാ വ്യക്തികളെയും, ഒരു പ്രദേശത്ത് ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു പ്രകാശമുണ്ടാകും. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈശോ പറയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നവരെല്ലാം, ക്രിസ്തുവിൻ്റെ എന്ന് അറിയപ്പെടുന്നവരെല്ലാം ഓരോ ക്രിസ്ത്യാനിയും യഥാർത്ഥത്തിൽ പ്രകാശിക്കേണ്ടവരാണ്. അവരുടെ പക്കലേക്ക് കടന്നു ചെല്ലുന്നവർക്കെല്ലാം അവൻ ക്രിസ്തുവിനെ അല്ലെങ്കിൽ അവൾ ക്രിസ്തുവിനെ കൊടുക്കുന്നവനായി മാറുന്നത്. ക്രിസ്തുവിനെ കൊടുക്കുന്നത് എങ്ങനെയാണ്? എളിമയിൽ, സ്നേഹത്തിൽ, നന്മയിൽ ഒക്കെ. അങ്ങനെ ക്രിസ്തുവിനെ കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശഗോപുരങ്ങളായിട്ട് നമ്മൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രകാശത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഒത്തിരി സ്നേഹത്തോടെ, നന്ദിയോടെ നിങ്ങളുടെ വരവിനെ ഞങ്ങൾ കാണുന്നു. നിങ്ങളുടെ കൂട്ടായ്മയിലും നിങ്ങളെ കാണുന്നവർ, അറിയുന്നവരോടൊക്കെ നിങ്ങൾ പറയണം, ക്രിസ്തുവിന് ആശ്വാസം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഈ അനാഥ മക്കളെ ഒന്ന് കാണുവാനായിട്ട് പറയണം.
ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്ന് അവരോട് പറയണം. നിങ്ങളുടെ കരുതൽ ആവശ്യമുള്ള, നിങ്ങളുടെ സഹായങ്ങൾ ആവശ്യമുള്ള മക്കളിവിടെ ഉണ്ട് എന്ന് അവരോട് പറയണം. അങ്ങനെ നിങ്ങൾ ഈ മക്കൾക്ക് ഒരാശ്വാസമാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിങ്ങളൊരു സ്ഥാനം പിടിക്കും എന്നതിന് യാതൊരു തർക്കവുമില്ല. ലോകം കുപ്പകൾ കാണുന്നിടത്ത് ലോകം വലിച്ച് നമ്മൾ കണ്ട